ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടക്കൂടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സുനന്ദയുടെയും സുഭാഷിന്റെയും കല്യാണം നടത്താനായി തീരുമാനിക്കുകയാണ് നിധിയും സുധീഷും ഹരീഷും നികേഷും. നിധി പറഞ്ഞത് പ്രകാരം 10 മണിയാകുമ്പോഴത്തേക്കും സുനന്ദ ക്ഷേത്രത്തിലേക്ക് വരുമെന്നുള്ള വിശ്വാസത്തിൽ സുധീഷ് ക്ഷേത്രത്തിൽ വിവാഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. നിധി സുനന്ദയും സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും എല്ലാം കാത്തു നിൽക്കുകയാണ്. ക്ഷീണത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, വീട് പണിത് നോക്കണം, വിവാഹം നടത്തി നോക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല, ഇറങ്ങി ചെയ്യുമ്പോഴേ അതിന്റെ പാടറിയുകയുള്ളൂ. നമ്മള് ഇത്രയൊക്കെ ചെയ്തിട്ടും സുനന്ദ സമയത്തെത്തുമല്ലോ അല്ലെ? നിധി പറയുന്നു, സുനന്ദ വരും, അവൾക്ക് സുഭാഷ് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ട് സുധീഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, താലിയും മാലയും എല്ലാം വാങ്ങിയില്ലേ? സുധീഷ് പറയുന്നു, എല്ലാം റെഡിയാ, പെണ്ണും ചെറുക്കനും വന്നാ മതി. താലി കെട്ട് കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടക്കുമ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് തരും, അത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ അവര് രജിസ്റ്റർ ചെയ്തു തരും. നിധി പറയുന്നു, ഈ കല്യാണം കഴിയുന്നത് വരെ സുനന്ദയുടെ വീട്ടിൽ ആർക്കും സംശയം ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. സുധീഷ് പറയുന്നു, സുനന്ദയുടെ വീട്ടിൽ അറിയാതിരിക്കുന്നതൊക്കെ ശരി, ആദ്യം സുനന്ദ വരുമോ? അതിനെന്തെങ്കിലും ഉറപ്പുണ്ടോ? നിധി പറയുകയാണ്, വരും, ഞാൻ പറഞ്ഞില്ലേ വരുമെന്നാ സുനന്ദ ഉറപ്പ് പറഞ്ഞതുകൊണ്ടല്ലേ കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. സുധീഷ് പറയുന്നു, ഓക്കെ ശരി കൂൾ. സുഭാഷ് ചേട്ടൻ വരുമോ? നിധി ചോദിക്കാണ്, എന്താ സുധീഷ് ഇത്? സുധീഷിന് എന്താ ഇത്രയും സംശയങ്ങള്? സുഭാഷ് ചേട്ടൻ വരും, ഹരീഷും നികേഷും സുഭാഷ് ചേട്ടനെയും കൂട്ടി വരും. അങ്ങനെ അവർ ടെൻഷനോടുകൂടി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി കാത്തു നിൽക്കുകയാണ്. ഈ സമയം വിവാഹവേഷത്തിൽ സുഭാഷ് ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഒപ്പം ഹരീഷും നികേഷും ഉണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ സുഭാഷിനെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും സുധീഷും. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്താണ്, വലിയ ടെൻഷനിലാണല്ലോ? നിധി പറയുന്നു, ഒരു ടെൻഷനും വേണ്ട, ഇന്നലെ അവള് ഈ നടയിൽ വെച്ച് വാക്ക് തന്നു പോയതാ, 10 മണിക്ക് എല്ലാം നടന്നിരിക്കും. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ഒരുപാട് കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടനെ കൂട്ടി നിങ്ങൾ അവിടേക്ക് ഇരിക്കും, ഉടനെ സുനന്ദ വരും. ഇത് കേട്ട് സുനന്ദയെ കാത്തിരിക്കുകയാണ് സുഭാഷ്. ടെൻഷനോടുകൂടി ഇരിക്കുന്ന സുഭാഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി പറയുന്നു, ഈ കല്യാണം നടക്കും സുഭാഷ് ഏട്ടാ, ഒരു പ്രശ്നം ഉണ്ടാകില്ല. സുഭാഷ് പറയുകയാണ്, മോള് പറയുന്നത് പോലെ കല്യാണം നടന്നാൽ അതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടാകുക. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കല്യാണം കഴിയട്ടെ, പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം. സുധീഷ് പറയുകയാണ്, അങ്ങനെ പറയടാ. സന്തോഷത്തോടു കൂടി നികേഷ് പറയുന്നു, ഇന്ന് സുഭാഷ് ഏട്ടന്റെ കല്യാണം, അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. സുധീഷും നികേഷും ഹരീഷും സന്തോഷത്തോടു കൂടി സുഭാഷിനോട് സംസാരിക്കുകയാണ്. നിധി ടെൻഷനോടുകൂടി ഫോണുമായി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. തുടർന്ന് റൂമിലിരിക്കുന്ന സുനന്ദ ലളിതയുടെ കണ്ണു വെട്ടിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാനാകാതെ വിഷമിച്ചിരിക്കുകയാണ്. വിവാഹത്തിന് ക്ഷണിക്കാൻ പോകുന്ന കാര്യം ഫോണിലൂടെ പറയുകയാണ് ലളിത. ഇതെല്ലാം റൂമിലിരുന്ന് ശ്രദ്ധിക്കുകയാണ് സുനന്ദ. നിധി സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും സുനന്ദ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നിധി, സുനന്ദ ഫോൺ എടുത്തില്ലേ? നിധി പറയുന്നു, ഇല്ല, വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും, ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല. സുധീഷ് ചോദിക്കുന്നു, നിധി സുനന്ദ ചതിക്കോ? നിധി പറയുകയാണ്, ഇല്ല സുധീഷേ, ഞാൻ പറഞ്ഞില്ലേ സുനന്ദ വരും. സുധീഷ് എന്തിനാ ഇങ്ങനെ സംശയത്തോടു കൂടി ചിന്തിക്കുന്നത്? എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് വേണ്ടേ സുനന്ദയ്ക്ക് വരാൻ? അങ്ങനെ നിധി വീണ്ടും സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുനന്ദ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നിധി ചോദിക്കുന്നു, സുനന്ദ ഇറങ്ങിയോ? അപ്പൊ സുനന്ദ പറയുകയാണ്, അമ്മ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങുക, അമ്മ ഇറങ്ങിയാൽ ഉടനെ ഞാനും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങും. നിധി ചോദിക്കുന്നു, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, ഞാൻ വരണോ? സുനന്ദ പറയുന്നു, വേണ്ട, നിധി ഇവിടേക്ക് വരുന്നത് അമ്മ കണ്ടാൽ വലിയ പ്രശ്നമാകും. അമ്മ ഇറങ്ങിയാൽ ഉടനെ ഞാൻ സാധാരണ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പോലെ ഇവിടെ നിന്നിറങ്ങാം. നിധി പറയുന്നു, സുനന്ദ പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, എന്തെല്ലാം ID കാർഡും സർട്ടിഫിക്കറ്റുകളും ഉണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് വേണം വരാൻ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയട്ടി സുധീഷ് പറയുന്നു, സൂപ്പർ. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. സുനന്ദ പറയുന്നു, ശരി നിധി, ഞാൻ എടുത്തോണ്ട് വരാം. നിധി പറയുന്നു, സൂക്ഷിച്ചു വരണേ, ഞങ്ങൾ എല്ലാവരും സുനന്ദയെ കാത്ത് ക്ഷേത്രത്തിലിരിക്കുക. സുഭാഷ് ഏട്ടൻ വന്നുവെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ കസവും മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് മണവാളനായി സുനന്ദയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി സുനന്ദ ഇങ്ങോട്ട് വന്ന് താലി കെട്ടിയാ മതി. ശരി നിധി, ഞാൻ വരാന്ന് പറഞ്ഞ് സുനന്ദ ഫോൺ കട്ട് ചെയ്യുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കണോന്ന് പറഞ്ഞല്ലോ, സൂപ്പർ. നിധി പറയുകയാണ്, എന്റെ അവസ്ഥ മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്റെ വീട്ടുകാര് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നില്ല, കത്തിച്ചു കളഞ്ഞു. എന്റെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ സുനന്ദയുടെ വീട്ടിൽ അതിനപ്പുറമായിരിക്കും. കല്യാണം കഴിഞ്ഞ പിന്നെ സുനന്ദയ്ക്ക് ആ വീടിന്റെ ഭാഗത്തേക്ക് പോലും പോകാൻ പറ്റില്ല. സുധീഷ് പറയുന്നു, നിധിയുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി ധൈര്യം കൂടിയതായിട്ട് തോന്നുന്നു. അടുത്ത ഒരു കല്യാണം നടത്താൻ എന്താ ധൈര്യം? നിധി പറയുന്നു, സുഭാഷ് ഏട്ടനും സുനന്ദയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ എന്നെ കളിയാക്കുകയാണോ? സുധീഷ് പറയുന്നു, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. നിധി ടെൻഷനായിട്ട് നിൽക്കുകയല്ലേ, ഒന്ന് ചിരിപ്പിച്ച് നല്ല മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാ. തുടർന്ന് നിധി പറഞ്ഞത് പ്രകാരം സർട്ടിഫിക്കറ്റ്സും ID കാർഡ്സും എല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ് സുനന്ദ. മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന ലളിത പറയുന്നു, അമ്മേ ഞാൻ ഇറങ്ങുവാ, സുനന്ദയുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണം, കണ്ണു തെറ്റിയാൽ ആ സുഭാഷിനെ കാണാനായി പോകും അവള്. മുത്തശ്ശി പറയുന്നു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ. ഇത് കേട്ട്
എന്നിട്ട് ലളിത അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകുമെന്നറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുനന്ദ. തുടർന്ന് സർട്ടിഫിക്കറ്റ്സ് ഉള്ള ബാഗും എടുത്ത് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന് സുനന്ദ പറയുന്നു, മുത്തശ്ശി ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. മുത്തശ്ശി പറയുന്നു, നീ ഇപ്പൊ പോകണ്ട, നിന്റെ അമ്മ വരട്ടെ. സുനന്ദ പറയുകയാണ്, മുത്തശ്ശി എനിക്ക് നേർച്ചയുള്ളതാ, ഞാൻ പോയിട്ട് വരാം. മുത്തശ്ശി പറയുകയാണ്, നിന്റെ അമ്മ വന്നിട്ട് അവളോട് പറഞ്ഞിട്ട് നീ ക്ഷേത്രത്തിലേക്ക് പോയാ മതി. സുനന്ദ അവിടേക്കിരുന്ന് TV ഓൺ ആക്കുകയാണ്. മുത്തശ്ശി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുകയാണ് സുനന്ദ. ഈ സമയം സുനന്ദ വരുന്നതും കാത്ത് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സുഭാഷും നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം. നിധി പറയുന്നു, ആരും ടെൻഷൻ ആകണ്ട, വരുമെന്ന് സുനന്ദ ഉറപ്പ് പറഞ്ഞതാണ്. എന്നോടിപ്പം ഫോണിൽ സംസാരിച്ചതേ ഉള്ളൂ, സുനന്ദ വരും. പുഞ്ചിരിച്ച നികേഷ് പറയുന്നു, ശരി ഏട്ടത്തി. സുഭാഷിന് കയ്യിലിരിക്കുന്ന കുപ്പിയിലെ വെള്ളം കൊടുക്കുകയാണ് നിധി. സുഭാഷ് പരവേശത്തോടുകൂടി ആ വെള്ളം കുടിക്കുന്നു. സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, ക്ഷേത്രം ഇനി എത്ര നേരം തുറന്നിരിക്കും? 11-11:30 വരെ കാണുമായിരിക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, കല്യാണം ഒരു 10 മിനിറ്റ് കൊണ്ട് നടക്കില്ലേ? സംശയത്തോടുകൂടി ഒന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കുന്നു, നമ്മുടെ കല്യാണം എത്ര നേരം ഉണ്ടായിരുന്നു? നിധി പറയുകയാണ്, നമ്മുടെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ചല്ലായിരുന്നു, ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന കല്യാണം. സുധീഷ് പറയുന്നു, സുനന്ദ വന്നാൽ ഉടനെ കല്യാണം നടത്താം, അതിലൊരു പ്രശ്നവും ഉണ്ടാകില്ല. തുടർന്ന് പൂജാരിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, പെണ്ണ് വന്നാൽ ഉടനെ കല്യാണം നടത്താം, മന്ത്രങ്ങൾ ചൊല്ലി ഒരുപാട് നേരം കല്യാണം നീട്ടിക്കൊണ്ടു പോകണ്ട. തിരുമേനി പറയുന്നു, ചെറുക്കനും പെണ്ണും വന്നാൽ ഉടനെ കല്യാണം നടത്താം, അധിക സമയം എടുക്കില്ല. തുടർന്ന് മുത്തശ്ശിയുടെ കണ്ണു വെട്ടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സുനന്ദ ഓർക്കുകയാണ് അച്ഛനും അമ്മയും അമ്മാവനുമായുള്ള നല്ല നിമിഷങ്ങൾ. പൂജാമുറിയിലേക്ക് വന്ന സുനന്ദ, ഈ കല്യാണം കാരണം എന്റെ അച്ഛനും അമ്മയും എന്നെ വെറുക്കരുതെന്ന് പ്രാർത്ഥിച്ച് TV കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി ഒന്ന് നോക്കിയിട്ട് പതിയെ വീടിന് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം സുനന്ദ വരുന്നതും കാത്ത് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധിയും സുധീഷും. അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി സുനന്ദയെ ഫോണിലൊന്ന് വിളിച്ചു നോക്ക്. നിധി പറയുന്നു, നികേഷേ, സുനന്ദ ഇപ്പം ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ കുറച്ചു മുമ്പ് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ഉടനെ വരുമെന്നാ പറഞ്ഞത്, നമുക്ക് വെയിറ്റ് ചെയ്യാം. സുധീഷ് പറയുന്നു, നമുക്കിനി സമയമുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ സുഭാഷ് ഏട്ടന്റെ അരികിൽ ഇരിക്കാന്ന് പറഞ്ഞ നികേഷ് സുഭാഷിന്റെ അരികിലേക്ക് പോവുകയാണ്. ഈ സമയം ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സുനന്ദ. ഫോണിൽ സംസാരിച്ചുകൊണ്ട് പേഴ്സ് എടുക്കാൻ മറന്നുപോയാൽ ലളിത വീട്ടിലേക്ക് വരികയാണ്. ലളിതയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുനന്ദ. സംശയത്തോടുകൂടി സുനന്ദയുടെ നേരെ വിരൽ ചൂണ്ടി ലളിത ചോദിക്കുന്നു, എടി നീ എവിടെ പോവാ? സുനന്ദ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് ലളിത പറയുന്നു, നിക്കടി, എവിടെ പോവാണെന്ന് ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? മറുപടി പറയാതെ നീ എവിടെ പോവാ? സുനന്ദ പറയുന്നു, വിടമ്മ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുക. ഇപ്പൊ എന്താ നീ ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ്, എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പോകുന്നു. ലളിത പറയുകയാണ്, നിന്റെ കയ്യിൽ എന്താടി, കാണിക്ക്. ഒന്നുമില്ലെന്ന് സുനന്ദ പറയുമ്പോൾ കാണിക്കടി എന്ന് പറഞ്ഞ് ബാഗ് പിടിച്ചു വാങ്ങിച്ചു നോക്കുകയാണ് ലളിത. അതിലെ സർട്ടിഫിക്കറ്റ്സും ID കാർഡ്സും എല്ലാം കണ്ട് സംശയത്തോടുകൂടി ലളിത ചോദിക്കുന്നു, ഇതെല്ലാം നീ എവിടെ എടുത്തോണ്ട് പോവാ? സുനന്ദ പറയുന്നു, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുക, അമ്മയ്ക്ക് എന്താ അതിന്? നിങ്ങൾ നിശ്ചയിച്ച കല്യാണം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ പോകുന്നത്. മതിയോ? ഞാൻ പോട്ടെ. കയ്യിൽ കയറി പിടിച്ച ലളിത പറയുന്നു, ഇത്രയ്ക്ക് അഹങ്കാരം നിനക്ക്, വാടി ഇങ്ങോട്ട്, വാടി എന്ന് പറഞ്ഞ് സുനന്ദയെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ലളിത. അമ്മ എന്നെ വിടെന്ന് പറഞ്ഞ് സുനന്ദ ബഹളം വെക്കുകയാണ്. സുനന്ദയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വാതിലടച്ച് TV ഓഫ് ചെയ്ത് മുത്തശ്ശിയോട് ലളിത ചോദിക്കുന്നു, അമ്മേ, ഇവളുടെ മേലൊരു കണ്ണുണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇവളെ വെളിയിൽ പോകാൻ അനുവദിച്ചിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ. മുത്തശ്ശി പറയുന്നു, ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു, അമ്മ വന്നിട്ട് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ഞാനും പറഞ്ഞു. ഇവള് എന്റെ കണ്ണ് വെട്ടിച്ച് പിൻവശത്തെ വഴിയിലൂടെ പോയതാ. സുനന്ദ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞുകൊണ്ട് ലളിത പറയുന്നു, എടി നീ എവിടെ പോവാ? സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് നീ എങ്ങോട്ടാ പോകാൻ തുടങ്ങിയത്? സുനന്ദ പറയുന്നു, എന്നെ വിട്, ഞാൻ സുഭാഷ് ഏട്ടനെ കാണാൻ പോകുക, എനിക്ക് സുഭാഷ് ഏട്ടനെ കാണണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുനന്ദയുടെ കരണം പുകച്ചടിക്കുകയാണ് ലളിത. സുനന്ദയും മുത്തശ്ശിയും ഞെട്ടി ലളിതയെ നോക്കുമ്പോൾ ലളിത ചോദിക്കാണ്, സുഭാഷ് ഏട്ടനെ കാണാൻ പോകുന്നു, നിനക്ക് സുഭാഷ് ഏട്ടനെ കാണൂടി? സുനന്ദ പറയുന്നു, അമ്മ എന്നെ എത്ര അടിച്ചാലും ഞാൻ ഇവിടുന്ന് പോകും. സുഭാഷ് ഏട്ടൻ എനിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ കാത്തിരിക്കുകയാണ്, ഞാൻ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ പോകുന്നത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ലളിത. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.